യേശുവെ സ്തോത്രം, യേശുവെ സ്തുതി, യേശു ആരാധന. യേശുപ്പാ, ഇന്നത്തെ ഈ സന്ധ്യാവേളകൾ അവിടുത്തെ കൃപകളാൽ അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിച്ചതയോർത്ത് നന്ദി പറയുന്ന തമ്പുരാനെ. അങ്ങ് എവിടെ ഇരിക്കുന്നു കർത്താവ്? ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം അങ്ങേക്കറിയാമല്ലോ. അങ്ങയുടെ കൃപയിലാണല്ലോ കർത്താവ് ഞങ്ങൾ ഓരോ ദിവസവും വഴി നടക്കുന്നത്. അപ്പൊ ആ രോഗാവസ്ഥയിലിരിക്കുന്ന കൃപാലയം ഭവനത്തെ എല്ലാ മക്കളെയും അവിടുത്തെ ഉള്ളങ്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പ. അപ്പ കടബാധകൾ ബുദ്ധിമുട്ടുന്ന പല ഭവനങ്ങളും ഉണ്ടല്ലോ തമ്പുരാനെ. അങ്ങ് അവരെ കാണുന്നല്ലോ തമ്പുരാനെ. ഈ നിമിഷം അവിടുന്ന് സ്വർഗം തുറന്ന് അവരെ അനുഗ്രഹിക്കുന്നതെ ഓർത്ത് നന്ദി പറയുന്ന തമ്പുരാനെ. തളർവാദരോഗിയെ സൗഖ്യമാക്കിയ പോലെ തമ്പുരാനെ കൃപാലയം ഭവനത്തിലും ഈ ഭൂമിയിലും ലോകത്തും അപ്പൊ ആരൊക്കെ ഈ വചനം കേൾക്കുന്നു അവരുടെ എല്ലാം അപ്പൊ ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തിയുള്ളതാണല്ലോ അങ്ങയുടെ വചനം. എങ്കിൽ ഇതിൽ കേൾക്കുന്ന നിമിഷം അവരെ സൗഖ്യമാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അപ്പാ ഈശോപ്പാ സ്തോത്രം, യേശുവെ സ്തുതി. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറയിൽ നിർത്തും. ആമേൻ, ആമേൻ. കർത്താവെ, അവിടുന്ന് കൂടെയുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന അടിയുറച്ച് അങ്ങയുടെ നാമത്തിലാണല്ലോ അപ്പാ ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങേ ഞങ്ങൾ വിശ്വസിക്കുന്ന തമ്പുരാനെ. എങ്കിൽ ഈ നിമിഷം അപ്പാ കൃപാലയം ഭവനത്തെയും ഭൂമിയിലുള്ള സർവ്വ ജലങ്ങളെയും വൃക്ഷങ്ങളെയും എല്ലാ എല്ലാ ജീവജലാദികളെയും കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരുണയും കൃപയും ഉള്ളതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു പിതാവേ. സർവശക്തനായ പിതാവും ആകാശത്തിനും ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും വിശ്വസിക്കുന്നു. ഈ പുത്രൻ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാസിന്റെ കാലത്തെ പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാളെ ഉയർത്തി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിച്ചവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, ഇന്ന് പുതിയൊരു ദിവസം അങ്ങ് നൽകുന്നതിനെ ഓർത്ത് അങ്ങക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന തമ്പുരാനെ, എന്റെ പൊന്നു തമ്പുരാനെ, എന്റെ ദാവീദ് പുത്ര, എന്റെ പ്രാണപ്രിയ, അങ്ങയുടെ ഉള്ളം കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതമായിരിക്കണമേ. ആമേൻ.